ഹലോ ഫ്രണ്ട്സ്, സാന്ത്വനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ധർമ്മൻ ആകെ കലിപ്പിലാട്ടോ. കാരണം ധർമ്മൻ കഷ്ടപ്പെട്ട ഒരു കടയാണല്ലോ നമ്മുടെ ഗോമതി സ്റ്റോർ. അവിടുന്ന് ഇത്രയും പൈസയൊക്കെ ഉദയഭാനു മോഷ്ടിച്ചു എന്ന് അറിയുമ്പോഴത്തേക്കും അയാൾക്കുണ്ടാവുമല്ലോ ഒരു വേദനയും വിഷമമൊക്കെ. അതിൻ്റെ കലിപ്പാണ് തീർക്കുന്നത്. പക്ഷേ നമ്മുടെ സുകന്യാണെങ്കിൽ അങ്ങോട്ട് പോവാനോ ഒന്നിനും സമ്മതിക്കുന്നില്ല കേട്ടോ. ഇനിയിപ്പോൾ വെറുതെ അവിടെ പോവുകയും എടുത്ത് ചാടി ഓരോന്നും കാര്യങ്ങളൊക്കെ ചെയ്യണ്ടേ. അപ്പോൾ ഇവിടുത്തെ ഇപ്പോൾ നമ്മുടെ അച്യുതൻ ഇവർക്ക് കുറച്ച് സഹായങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു പോകുമെന്നുള്ള പേടിയാണ് സുകന്യയ്ക്ക്. അപ്പോൾ സുകന്യ ചെന്ന് പറഞ്ഞിട്ടുണ്ട് ആവശ്യമില്ലാത്ത കാര്യമില്ലെന്ന് ചെന്ന് തല വെക്കില്ലെന്ന്. കാരണം ഉദയഭാനുവിനോട് ചോദിക്കാനും ഒന്നും പോവേണ്ട കാര്യമില്ലെന്ന്. അപ്പോൾ ധർമ്മം പറയാണ് കേട്ടോ, ഇല്ല ഞാൻ പോവും. ഇനിയിപ്പോൾ ഇവിടെ അച്ചുവേട്ടൻ്റെ മുഖം നോക്കി എനിക്കൊന്നും ചെയ്യാനൊന്നും കഴിയത്തില്ല. ആ ഉദയഭാനു ചെയ്തതൊക്കെ കണ്ണടച്ച് നോക്കി നിൽക്കാനും എന്നെ കൊണ്ടാവില്ല സുകന്യ എന്ന് പറയണ്ട. അതെ, അയാൾ ഒറ്റ ഒരാൾ കാരണമാണ് ഞാനെന്ന് ആ വീട്ടിൽ നിന്ന് ഇറങ്ങേണ്ടി വന്നത്. അപ്പോൾ സുകന്യ പറയാണ്, അന്നേ അങ്ങനെയൊക്കെ സംഭവിച്ചതുകൊണ്ടാണ് നമുക്കിന്ന് സ്വന്തമായിട്ടൊരു വ്യാപാര സ്ഥാപനം തുടങ്ങാൻ ഉള്ള അവസരം കിട്ടിയത്. അപ്പോൾ വാസ്തവത്തിൽ ഉദയഭാനുവിനോട് നന്ദി പറയാ വേണ്ടത്. ഓ അത് ശരി. അപ്പോൾ പറഞ്ഞ് നീ അവിടെ തന്നെ എത്തിയല്ലേടി. അപ്പോൾ തന്നെ അച്യുതൻ അങ്ങോട്ട് വരുക. എന്താ നിങ്ങൾ ഭക്ഷണം കഴിക്കാൻ വരുന്നില്ലേ? അപ്പോൾ സുകന്യ ഓടിച്ചെന്ന് പറഞ്ഞിട്ട്, അച്ചുവേട്ടൻ രാവിലെ വഴക്ക് പറഞ്ഞില്ലേ, അതിൽ ധർമ്മേട്ടൻ നല്ല പ്രയാസമുണ്ട്, അതുകൊണ്ടാണ് എന്നിട്ട് കണ്ണ് കാണിക്കുക കേട്ടോ ചെന്നൊന്ന് സമാധാനപ്പെടുത്താനായിട്ട്. അപ്പോഴാണ് നമ്മുടെ അച്യുതൻ പതിയെ ധർമ്മൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറഞ്ഞിട്ട്, എടാ എന്താ നിനക്ക് എന്നോട് പിണക്കുണ്ടോ? ആ എടാ, കൂടുതൽ ബഹളം ഉണ്ടാക്കുകയും ഒച്ച എടുക്കുകയൊക്കെ ചെയ്യുന്നത് ആരെന്നറിയോ? ശുദ്ധ മനസ്സുള്ളവരാ. ആ വഴക്കിലും ബഹളത്തിലുമൊക്കെ ആ ഒരു ദേഷ്യമൊക്കെ അങ്ങ് തീരും. നിന്നോടുള്ള ആ പരിഭവം എന്ന് പറഞ്ഞേ ആ വഴക്ക് പറഞ്ഞില്ലേ, അപ്പോഴെനിക്കങ്ങ് തീർന്നു. പക്ഷേ നീ എന്താ ഇങ്ങനെ? നീ വന്നേ കഴിക്കാം. ധർമ്മ വാ നമുക്ക് ആഹാരം കഴിക്കാം. വേണ്ട ദേ ധർമ്മ, മര്യാദയ്ക്ക് വരാനാ പറഞ്ഞത്, നിന്നോട് സോറി പറയണോ? എന്നാൽ ഞാൻ സോറി പറയാം. സോറി, നീ വന്നേ. അങ്ങനെ അനുനയിപ്പിച്ച് ധർമ്മനെ കൊണ്ടുപോവാ. ഉടനെ സുകന്യ അവിടെ നിന്നുകൊണ്ട് പറയാം, ഓ ഇതുപോലുള്ള ഒരു ഏട്ടനെ കിട്ടാൻ തപസ് ചെയ്യണം. ആർക്കാ ഇങ്ങനെ ഒരു ഏട്ടനെ കിട്ടുക? അത്രയ്ക്ക് സ്നേഹമാണ് അച്യുതനെന്ന് ഒന്നും കൂടെ സുകന്യ അവിടെ നിന്ന് പറയണം. അത് കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ ആനന്ദ മുറിക്കകത്ത് തന്നെ അടച്ചിരിക്കട്ടെ. ജോലിക്കും കൂലിക്കും ഒന്നും പോകുന്നില്ല മനോവിഷമം കൊണ്ട്. ആകാശം അങ്ങോട്ട് വന്ന് ചോദിക്കുന്നുണ്ട്, ഏട്ടാന്നും എന്താണ്ടാ നീ ജോലിക്ക് പോയില്ലേ? ഇറങ്ങാൻ പോവായിരുന്നു. ബാക്കി എല്ലാവരും പോയോ? ആ എല്ലാവരും അവരവരുടെ കാര്യമായിട്ട് പോയി. ഞാനും പോവാൻ ഇറങ്ങാണ്. ഏട്ടൻ എന്താ ഇങ്ങനെ ഇതിനകത്ത് എന്നെ അടച്ചു മൂടി വിഷമിച്ചിരിക്കില്ലേ? ജോലിക്കൊന്നും പോകുന്നില്ലേ? ഇല്ലടാ, ഞാൻ ജോലിക്ക് പോകുന്നില്ല. ആ എന്നാ പോകുന്നില്ലെങ്കിൽ വേണ്ട. ഏട്ടനിങ്ങനെ ഒരേ കാര്യങ്ങൾ തന്നെ പലതവണ ആലോചിച്ചിരിക്കില്ലേ? എടാ ഇപ്പം എനിക്ക് അങ്ങനെയുള്ള ആലോചനയൊന്നുമില്ല. ദേ എൻ്റെ മുമ്പിൽ അഭിനയിക്കില്ല കേട്ടല്ലോ. എനിക്ക് ഒരേ ഒരു വിഷമമുള്ളടാ, ഞാൻ അവളെ കണ്ണുടച്ച് വിശ്വസിച്ചു. അത് തെറ്റായിപ്പോയെന്ന് എനിക്ക് തോന്നുക. ആരെയും അങ്ങനെ വിശ്വസിക്കാനൊന്നും പാടില്ല, നമുക്ക് പണി കിട്ടും. ആ ഒരു വേദന മാത്രമേ ഉള്ളൂ എൻ്റെ, വേറൊന്നും ആലോചിക്കുന്നില്ല. ഇങ്ങനെ ഇരിക്കാതെ ജോലിക്ക് പോകുന്നതിലേക്ക് പോകണ്ട. വാ നമുക്കൊന്ന് ചായ കുടിക്കാം, പുറത്തേക്ക് പോവാം, ഒന്ന് പുറത്തിറങ്ങി ഹോട്ടലിൽ പോയി ഒന്ന് കാപ്പി കുടിക്കാം. പല ആൾക്കാരെയൊക്കെ കാണുമ്പോൾ ഇതൊക്കെ മാറുന്ന കേട്ടാ. വാ എൻ്റെ കൂടെ എണീറ്റ് വാ. ഇല്ലടാ അതൊന്നും വേണ്ട. ഇനി നമ്മളിനി എന്താ ചെയ്യേണ്ടത്? ഏട്ടൻ ഇങ്ങനെ ജോലിക്കൊന്നും പോകുന്നത് പുറത്തും പോകാതെ ഈ മുറിക്കുള്ളിൽ നിൽക്കുമ്പോൾ നമുക്കെന്ത് മനസ്സമാധാനമായിട്ടാ കിട്ടുന്നത്? എടാ മനസ്സ് തകർന്ന് ഞാൻ എൻ്റെ ഈ ഒരു അവസ്ഥ അതെനിക്ക് അങ്ങോട്ട് മാറ്റിയെടുക്കാൻ ഇത്ര ബുദ്ധിമുട്ടുണ്ട്. കുറച്ച് സമയം വേണം, എനിക്ക് ഒക്കെ ശരിയാവും എന്നും പറഞ്ഞ് നീ വിചാരിക്കും പോലെ ഞാനങ്ങനെ ഓരോന്നും വീണ്ടും ആലോചിച്ചിരിക്കുന്നൊന്നുമില്ല. വിഷമിക്കേണ്ട. അല്ലെങ്കിൽ തന്നെ ജോലിക്ക് രാവിലെ പോകാമെന്ന് പറയുമ്പോൾ ഒരു കാരണം വേണ്ടേ? രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ വൈകിട്ട് വീട്ടിനെത്താൻ നമുക്കൊരു കൊതി ഉണ്ടാവണം. എനിക്കിപ്പോൾ അങ്ങനെ ഒരു കൊതിയുമില്ല. അതുകൊണ്ടൊക്കെ തന്നെയാണ് എനിക്ക് ജോലിക്ക് പോകണ്ടെന്നൊരു താല്പര്യവും ഇല്ലാത്തത്. എനിക്കിപ്പോഴാണെങ്കിലേ എങ്ങോട്ടും പോകാൻ തോന്നുന്നില്ല, ആരെയും കാണാനും തോന്നുന്നില്ല. അപ്പോൾ ആകാശ് അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ ഏട്ടൻ്റെ അടുത്ത്. ഏട്ടൻ ഇങ്ങനെ ഇരുന്നാൽ നമുക്കൊരു മനസ്സമാധാനവും കിട്ടില്ല. എടാ ആകാശ, നീ സമയങ്ങളെ ജോലിക്ക് പോകാമെന്നൊക്കെ. കടയിൽ രാമേട്ടൻ തനിച്ചില്ലേ ഉള്ളൂ, അച്ഛൻ്റെ സഹായത്തിന് നീ കൂടെ വേണ്ടേ? ചെല്ല് ഓടിപ്പോ. നീ എന്നെ നോക്കിയെന്ന് നിൽക്കണ്ട. ഏട്ടൻ നിസ്സാരം പോലെ അങ്ങ് പറഞ്ഞല്ലോ. ഏട്ടൻ ഇങ്ങനെ ഇരിക്കുമ്പോൾ മനസ്സമാധാനം എങ്ങനെ കിട്ടണം. അതൊക്കെ ശരിയായിക്കോളും, നീ പൊക്കോ. അങ്ങനെ ആകാശിനെ പറഞ്ഞു വിടുവാണ് കേട്ടോ നമ്മുടെ ആനന്ദ്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമ്മൾ അനുമോള് കോളേജിൽ രാവിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ കാത്തു നിൽക്കുന്നുണ്ട് നമ്മുടെ അലോക്. അനുമോളോട് ചില കാര്യങ്ങളൊക്കെ സംസാരിക്കാനാണ് കേട്ടോ. അനുമോള് കണ്ടെങ്കിലും മൈൻഡ് ചെയ്താൽ പോവാണ്. പക്ഷേ അനുമോളെ തടഞ്ഞു നിർത്താണ്. അനു നിൽക്ക്, എനിക്കൊന്ന് സംസാരിക്കണം. ഞാൻ നിന്നെ കാത്തു നിൽക്കായിരുന്നു. അനുശ്രീ പ്ലീസ്, അനുശ്രീ എനിക്കൊന്ന് സംസാരിക്കണം പ്ലീസ്. നീ ഒന്ന് മാറിക്കേ, എനിക്ക് നിന്നോട് ഒന്നും പറയണ്ട, എനിക്കൊന്നും കേൾക്കാൻ വേണ്ട. അനു പ്ലീസ്, എനിക്ക് പറയാനുള്ളതൊന്ന് കേട്ടിട്ട് മാത്രം നീ പോയാൽ മതി. എനിക്കൊന്നും കേൾക്കണ്ട. എത്ര തവണ പറയണം? മുന്നിൽ നിന്ന് മാറാനല്ലേ? അനു വെറും ഒരു 5 മിനിറ്റ് എനിക്ക് പറയാനുള്ളത് കേട്ടിട്ട് നീ പൊക്കോ, അല്ലെങ്കിൽ എനിക്ക് ഒരു മനസ്സമാധാനം ഉണ്ടാവില്ല. നിനക്കിനി എന്താടാ പറയാനുള്ളത്? പറയാനുള്ളതും ചെയ്യാനുള്ളതും ഒക്കെ നീ പറയുകയും ചെയ്യുകയും ഒക്കെ ചെയ്തില്ലേ. ഇനി എന്താണ് പറയാനുള്ളത്? ഇനി നീ പറയാനുള്ളതൊന്നും എനിക്ക് കേൾക്കാൻ വേണ്ട, വഴി മാറാൻ. അനു പോവല്ലെന്ന് പറഞ്ഞു അനുമോളുടെ കയ്യിൽ കയറി ഒറ്റപ്പെടുത്തം കേട്ടോ.
വിടടാ കൈ എന്ന് പറഞ്ഞ് കൈ തട്ടി മാറ്റുകയാണ്. അനു പ്ലീസ് അനു ഒരിക്കൽ ഞാൻ നിന്നെ സ്നേഹിച്ചിരുന്നു, വിശ്വസിച്ചിരുന്നു. ആ വിശ്വാസവും സ്നേഹവുമാണ് എൻ്റെ കല്യാണത്തിന് തലേരാത്രി നിൻ്റെ മുന്നിൽ എന്നെ എത്തിച്ചത്. പക്ഷേ അന്ന് രാത്രി നീ എന്നോട് ചെയ്തതൊക്കെ നിനക്കറിയാലോ. അതിന് ശേഷം നടന്ന കാര്യങ്ങളൊക്കെ നിനക്കറിയാലോ. ഇപ്പോഴാണ് മനസ്സമാധാനവും സ്വസ്ഥതയും ഞാൻ എന്താണെന്ന് അറിയുന്നത്. എൻ്റെ വീട്ടുകാർ എൻ്റെ ഒപ്പമുണ്ട്, എനിക്ക് താങ്ങും തണലും ഒക്കെ ആയിട്ട്. പിന്നെ ഇനി എനിക്ക് ആരെയും പേടിക്കേണ്ട കാര്യമില്ല. അനു, നീ എന്നെ എത്ര വേണമെങ്കിലും കുറ്റപ്പെടുത്തിക്കോ, വേണമെങ്കിൽ തല്ലിക്കോ, ഒരു കുഴപ്പമില്ല. പക്ഷേ ഞാനതെല്ലാം അർഹിക്കുന്നുണ്ട്. അത്ര വലിയ തെറ്റാ ഞാൻ നിന്നോട് ചെയ്തത്. ഓ അത് ശരി, ഇപ്പോഴാണോ നിനക്ക് ആ ബോധമൊക്കെ ഉണ്ടായത്? വഴിന്ന് മാറടാ അനു, പ്ലീസ് അനു, ഞാൻ പറയുന്ന ഒന്ന് കേൾക്ക് പ്ലീസ്. വീണ്ടും തടഞ്ഞു നിർത്താൻ കേട്ടോ. എനിക്ക് സ്വസ്ഥത കിട്ടുന്നില്ല, എനിക്ക് ഉറങ്ങാൻ പറ്റുന്നില്ല, ഒന്നും കഴിക്കാനും പറ്റുന്നില്ല. കണ്ണടച്ചാൽ എൻ്റെ മനസ്സിൽ നീ മാത്രമേ ഉള്ളൂ. എന്താ പറഞ്ഞത്? അതെ, നീ തന്നെയാണ്. നീ എൻ്റെ വീട്ടിൽ വന്ന അന്ന് മുതൽ അവിടുന്ന് പോകുന്നത് വരെ എനിക്കൊരു സ്വസ്ഥത നീ തന്നിട്ടുണ്ടോ? ശരിയാണ്, എപ്പോഴും നീ ഓരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടേയിരുന്നു. എൻ്റെ തലയിൽ കറി ഓരി ഒഴിച്ചു, നമ്മൾ തമ്മിൽ വഴക്കടിച്ചു, എന്നിട്ട് ടോർച്ചർ ചെയ്തു. എന്തൊക്കെയാണ് ചെയ്തത്? അതൊക്കെ നീ അവിടെ ഉണ്ടായിരുന്നപ്പോൾ. പക്ഷേ നിൻ്റെ പ്രവൃത്തികളും സാന്നിധ്യവും ഒക്കെ എനിക്ക് അരങ്ങേറ്റ ഇറിറ്റേഷനായിരുന്നു. പക്ഷേ നീ അവിടുന്ന് പോയി കഴിഞ്ഞപ്പോൾ എന്ന് പറഞ്ഞിങ്ങനെ നിൽക്കുമ്പോൾ ദേ ആര്യം വരുന്നുണ്ട് അതുവഴി ബൈക്കിൽ. ആരും ഇത് കാണുന്നുണ്ട്. എന്ന് വിളിച്ചുകൊണ്ട് ഇങ്ങോട്ട് വരുവാട്ടോ. ബൈക്കും അവിടെ ഇട്ടിട്ട് ഇങ്ങോട്ട് ഇറങ്ങി വരുവാണ് പെട്ടെന്ന്. എന്താ മോളെ? എനിക്കറിയില്ലട്ടാ, എന്നോട് ഏതോ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഇവനെന്നെ തടഞ്ഞു നിർത്തി. എന്താ സംസാരിക്കാനുള്ളത്? നിന്നോടല്ല ആര്യ, എനിക്ക് അനുശ്രീയോടെ സംസാരിക്കാനുള്ളത്. ഉടനെ ഷട്ടിൽ അങ്ങോട്ട് കയറി വിട്ടി. ഇവിടെ പൊന്നെ, നിൻ്റെ പെങ്ങളോട് നീ എന്തൊക്കെ ചെയ്തു അതെല്ലാം നമ്മൾ ക്ഷമിച്ച് വിട്ടതാണ്. വീണ്ടും പ്രശ്നം ഉണ്ടാകാൻ വേണ്ടി എൻ്റെ പെങ്ങളുടെ മുന്നിൽ വന്ന് നിന്നിട്ടല്ലോ. ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. വാ ആര്യ, നമുക്ക് പോവാമെന്ന് അനുമോള്. അപ്പം ലോക പറയാട്ടോ, ഞാൻ പ്രശ്നം ഉണ്ടാക്കാൻ വന്നതല്ല, എനിക്ക് അവളോട് സംസാരിക്കണം. നീ ഒരു പുല്ല് സംസാരിക്കണ്ട, അത് നീയല്ല ആര്യ തീരുമാനിക്കേണ്ട, ഞാനാണ് തീരുമാനിക്കേണ്ടത്. എടാ നിന്നെ ഞാനുണ്ടല്ലോ, നീ എൻ്റെ പെങ്ങളുടെ പിന്നാലെ എങ്ങാനും നടന്നാലുണ്ടല്ലോ നിന്നെ. എടാ, നീ ഇപ്പം അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യം ഉണ്ടല്ലോ, അതിൻ്റെ പെങ്ങൾ ദാനമായിട്ട് തന്നതാണ്. ഇവളുടെ ഔദാര്യമാണ് നിൻ്റെ ഇപ്പോഴത്തെ ജീവിതം. മുത്തശ്ശി ഒരാളെ ഓർത്ത് മാത്രമാണ് ഇവൾ ആ കേസ് വേണ്ടെന്ന് വെച്ചത്. അല്ലാതെ നിന്നോടുള്ള ക്ഷമിച്ചെന്നോ നിൻ്റെ തെറ്റുകൾ മറന്നെന്നോ പുറത്തെന്നോ അല്ല. അത് നീ മനസ്സിലാക്കിക്കോ. ഒരിക്കലും അവൾ നിന്നെ വിശ്വസിച്ചു. ഇനി ഞങ്ങളുടെ പെങ്ങൾക്ക് ഇതുപോലൊരു അബദ്ധം ഇനി സംഭവിക്കില്ല. ഇനി ഇവളെ ട്രാപ്പ് ചെയ്യാനാണ് നീ ഇവിടെ വന്ന് നിൽക്കുന്നെങ്കിലേ പൊന്നു മോനെ, ആര്യൻ്റെ കൈയുടെ ചൂട് നീ അറിയും, കേട്ടടാ. അപ്പം തന്നെ അനുമോൾ ഓടി വന്ന് അരിച്ചിട്ടാ വിടാനാ പറഞ്ഞത്. വാ നമുക്ക് പോവാം. അങ്ങനെ വണ്ടിയിലേക്ക് തള്ളി ഊന്തി കയറ്റാൻ കേട്ടോ. മോളെ, ഇനി ഇവൻ നിൻ്റെ പുറകെ വരെയോ തടഞ്ഞു നിർത്തി ശല്യം ചെയ്താ അപ്പം തന്നെ നീ ഏട്ടനെ വിളിച്ചേക്കണം. പറഞ്ഞിട്ട് ഞാൻ ഏട്ടനെ വിളിച്ചോളാം, പൊക്കോ എന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലും നമ്മുടെ അനുമോള് അവിടുന്ന് ഓടിച്ചു വിടുന്നുണ്ട് കേട്ടോ. ആര്യനെ പേടിച്ചിട്ട് അടിയുണ്ടാവുമെന്ന്. വീട്ടിൽ ഗോമതി ഒരേ ചിന്തയിലും ആലോചനയൊക്കെ തന്നെ കേട്ടോ. പച്ചക്കറി അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ഒരു സ്വസ്ഥത ഇല്ലാത്ത രീതിയിൽ ഇരിക്കുകയാണ്. അപ്പം മീന് പറഞ്ഞിട്ടുണ്ട്, അമ്മേ വീട്ടിൽ പല പ്രശ്നങ്ങളും ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അമ്മയുടെ സമാധാനം തകരാൻ പാടുണ്ടോ? മീനു, ഇതൊക്കെ പറയാൻ വളരെ എളുപ്പമാണ്. ഓരോന്നൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കൊരു സമാധാനവും ഇല്ല. എങ്ങനെയൊക്കെ ഞാൻ പലതൊക്കെ ആലോചിച്ച് പോയി. ആനന്ദിൻ്റെ കല്യാണം എത്ര സന്തോഷത്തോടുകൂടിയാണ് നമ്മളിതൊക്കെ നടത്തിയത്. എന്നിട്ടോ ഇപ്പോൾ എന്തായി? ഇങ്ങനെയൊക്കെ ആയില്ലേ. അവനിപ്പോൾ ബന്ധം ഏർപ്പെടുത്തുന്ന പറയുന്നത്. അപ്പോൾ മീനാക്ഷി പറഞ്ഞിട്ടുണ്ട്, അമ്മ വിഷമിക്കാതിരിക്കുക, ഒരിക്കലും അങ്ങനെയും സംഭവിക്കില്ല. എനിക്കെന്ത് വിഷമം? അവൻ്റെ ജീവിതം അവനാണ് തീരുമാനിക്കേണ്ടത്, അല്ലാതെ ഞാനല്ല. അമ്മേ, ഏട്ടത്തെ ഈ കുടുംബത്തിൽ നിന്ന് എന്നത്തേക്ക് അകറ്റി നിർത്താൻ പറ്റുമോ? അപ്പച്ചിക്ക് പറ്റുമോ ഏട്ടത്തെ മറക്കാൻ? എടി, ഞാൻ എന്തിനാ അവരെക്കുറിച്ച് ഓർക്കുന്നത്? അപ്പച്ചി അപ്പോൾ ഏട്ടത്തെക്കുറിച്ച് ഓർക്കാറില്ല? ഇല്ല, ഞാൻ ഓർക്കാറില്ല. ഞാൻ അവളെ മറന്നു കഴിഞ്ഞു. ഈ പറയുന്നത് അത്ര എളുപ്പമാണോ അമ്മേ? എളുപ്പമല്ലാതെ എനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ അവളെപ്പോലെ ഒരു പെരുങ്കളിക്ക് ഇനി ഞാൻ ഒരിക്കലും ഒരിടം കൊടുക്കില്ല. അപ്പച്ചി, ഏട്ടത്തി ചെയ്തത് തെറ്റ് തന്നെയാണെന്ന് മിത്ര. പിന്നെ ഞാനിത് ന്യായീകരിക്കുന്നൊന്നുമില്ല. എന്നാലും മനഃപൂർവ്വം നമ്മളെ ചതിക്കണമെന്നൊന്നും ഏട്ടത്തി ഒരിക്കലും കരുതിയിട്ടുണ്ടാവില്ല എന്ന് മീനാക്ഷി. അതെ അപ്പച്ചി, അച്ഛനമ്മ നിർബന്ധിച്ച് പാവം പെട്ടു പോയതായിരിക്കും. അപ്പോൾ ഗോമതിക്ക് ദേഷ്യം വരുന്നുണ്ട്. കഴിഞ്ഞോ? ഏട്ടത്തി ന്യായീകരിച്ച് കഴിഞ്ഞോ എന്നാണ് ഞാൻ ചോദിച്ചത്. അമ്മേ, ഞങ്ങൾ ന്യായീകരിച്ചൊന്നുമല്ല, ഞങ്ങൾക്ക് തോന്നിയ ഒരു കാര്യം പറഞ്ഞു എന്നേ ഉള്ളൂ. ചിലപ്പോൾ സത്യം അതാണെങ്കിലോ? ചിലപ്പോൾ. അപ്പോൾ യഥാർത്ഥത്തിൽ സത്യമൊന്നുമല്ല, അതിന് വലിയ ഉറപ്പുമില്ല അല്ലേ? അല്ല അപ്പച്ചി, സത്യം ഉറപ്പെന്ന് പറയില്ല, സത്യം അത് തന്നെയാവും. എടി, നിങ്ങൾ രണ്ടോട് ഞാൻ ചോദിക്കാം, ഞാൻ പണത്തിനോ സ്വർണത്തിനോ എന്തെങ്കിലും ആർത്തിയുള്ള ഒരാളാണോ? നിങ്ങൾക്കത് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? അമ്മ എന്തൊക്കെയാണ് പറയണത്? അമ്മ അങ്ങനെ ഒരു ആർത്തിയുള്ള ആളല്ല. അപ്പോൾ
ഞാൻ എന്തിനാ അപ്പോൾ പിന്നെ ഇവളെന്തിനാ എന്നോട് കള്ളം ഇങ്ങനെയൊക്കെ മറച്ചു വെച്ചത്? നിങ്ങളെല്ലാം ഞാൻ മരുമക്കളെ പോലെയാണോ, മക്കളെ പോലെയല്ലേ സ്നേഹിച്ചത്? അവളെ ഞാൻ എന്തുമാത്രം സ്നേഹിച്ചു. നമ്മൾ തമ്മിൽ എല്ലാവരും അങ്ങനെയായിരുന്നില്ലേ അടുപ്പം? എന്തും തുറന്നു പറയാനുള്ളൊരു സ്വാതന്ത്ര്യം നമുക്കിടയിൽ ഉണ്ടായിരുന്നില്ലേ? ഈ സ്ഥാനത്ത് മീനുവിനോ മിത്രയ്ക്കോ ആണ് ഇങ്ങനെ ഒരു ഇതുണ്ടായിരുന്നെങ്കിൽ നിങ്ങൾ എന്നോട് തുറന്ന് പറയില്ലേ? പറയില്ലേന്ന്? പറയും, ഞങ്ങളാണെങ്കിൽ പറയും. അപ്പം നിങ്ങൾ പറയും. പിന്നെ എന്തുകൊണ്ട് അവൾ പറഞ്ഞില്ല? പറ. അവൾക്കത് പറയാൻ മേലായിരുന്നോ? അവളുടെ മനസ്സിൽ അതൊന്നുമല്ല അല്ലേ? അവൾക്ക് അത് ചതിക്കണമെന്നായിരുന്നു ഉദ്ദേശം. അല്ല, അങ്ങനെ ആയിരിക്കില്ല. എടി, യഥാർത്ഥത്തിൽ അവൾ സ്നേഹിച്ചിരുന്നെങ്കിലേ സ്നേഹത്തിന് കള്ളത്തിനുണ്ടാവില്ല. അവൾക്ക് സത്യസന്ധതയില്ല. അതാണ്, സത്യസന്ധത ഉള്ളിടത്തേ സ്നേഹം ഉണ്ടാവുള്ളൂ. അവൾക്ക് എന്നോട് ഉണ്ടായിരുന്നതേ ശരിക്കും പറഞ്ഞാൽ സത്യസന്ധമായിട്ടൊരു കാര്യമായ സ്നേഹമായിരുന്നില്ല. എന്തുണ്ടെങ്കിലും അമ്മ കൂടെ നിൽക്കുമല്ലോ എന്നൊരു വിശ്വാസം അവൾക്കുണ്ടായിരുന്നു. എന്നിട്ടോ എല്ലാം മറച്ചു വച്ചിട്ട് അവൾ അച്ഛനമ്മയ്ക്കും വേണ്ടിയിട്ട് ഞങ്ങളെ എല്ലാവരും, ഈ കുടുംബത്തെ മുഴുവനും ചതിക്കാൻ അവൾക്ക് എങ്ങനെയാണ് തോന്നി? പക്ഷേ അമ്മ ഏട്ടത്തിയുടെ സൈഡിൽ നിന്ന് ആലോചിക്കുക. എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ചിലപ്പോൾ ഏട്ടത്തി ആലോചിച്ചിട്ടുണ്ടായിരുന്നായിരിക്കും. പക്ഷേ നമ്മളത് എങ്ങനെ എടുക്കും എന്നൊരു പേടി ഏട്ടത്തിക്കുണ്ടാവില്ല. അതായിരിക്കും. എടി, അവിടെയാണ് നിങ്ങൾക്കെല്ലാം തെറ്റിയത്. അവൾ ശ്രമിച്ചത് അവളുടെ കള്ളത്തരങ്ങളൊന്നും പുറത്തു വരാതിരിക്കണം. അവൾക്ക് എത്ര കാലം ഇവിടെ ജീവിക്കാൻ പറ്റുമോ അത്രയും കാലം അവൾക്ക് ഇവിടെ ജീവിക്കണം. അത് മാത്രമേ ഉള്ളൂ അവളുടെ ഉദ്ദേശം. അവളുടെ ആ പേരും കള്ളം തന്ത, അയാൾ ഒറ്റ കാരണമാണ് ഇപ്പോൾ അവളുടെ ഉദ്ദേശം എല്ലാം തെറ്റിപ്പോയതും. അയാൾ കടയിൽ കയറി മോഷ്ടിച്ചില്ലായിരുന്നെങ്കിലേ ഇപ്പോഴും ഇതൊന്നും പുറത്ത് വരില്ലായിരുന്നു. ദൈവമേ, പാവം എൻ്റെ ആനന്ദ്. അവൻ എന്തുമാത്രം ചങ്ക് പൊട്ടി കരയുന്നുണ്ടാവും. എല്ലാം സ്വയം സഹിച്ച് ആരോടൊന്നും പറയാതെ. എനിക്കത് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് സഹിക്കാനാവുന്നില്ല. ഇനിയിപ്പോൾ അവൻ എന്തെങ്കിലുമൊക്കെ കടുകൈ ചെയ്ത് കളയുമോ എന്തോ. എനിക്കത് തന്നെയാണ് പേടി. അപ്പോഴും സത്യം എന്താണെന്ന് നമുക്ക് മനസ്സിലാവില്ല. നന്നേ നമ്മൾ എല്ലാവരും അവളെ ഓർത്തായിട്ട് സഹതപിക്കുന്നത്. നിങ്ങളെന്താ പറയുക? അവൾ കാരണം ആനന്ദ് ഇങ്ങനെ ചെയ്തതാണെന്ന് ആരെങ്കിലും ചിന്തിക്കുമോ? അപ്പം മീനാക്ഷി പറയാ, അമ്മേ, എന്ത് കാര്യത്തിനും രണ്ട് വശങ്ങളുണ്ടല്ലോ, നമ്മൾ അതും കൂടി. ഞാൻ അവസാനമായിട്ടൊരു കാര്യം പറയാം. നിങ്ങൾ രണ്ടുപേരും അവളുടെ ഭാഗം പറഞ്ഞുകൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്. എനിക്കത് കേൾക്കാനുള്ള യാതൊരു താല്പര്യമില്ല. ഞാൻ അവൾക്ക് മുന്നേ കൊട്ടിയടിച്ചത് എൻ്റെ വീടിൻ്റെ വാതിൽ മാത്രമല്ല, എൻ്റെ മനസ്സിൻ്റെ വാതിൽ കൂടെയാണ്. ഇനി അവളെ ന്യായീകരിക്കാനോ അവളുടെ പക്ഷം പറയാനോ നിങ്ങളാരും വന്നേക്കരുത്. അങ്ങനെ ഗോമതി ഭയങ്കര ദേഷ്യത്തിലാട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് എന്നോട് സ്നേഹം ഉണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കണം, അതാണ് വേണ്ടതെന്ന്. അന്നേരത്ത് നമ്മുടെ മീനാക്ഷിക്ക് ഒരു കോൾ വരുന്നുണ്ട് കേട്ടോ. മീനാക്ഷി പെട്ടെന്ന് അത് ടെൻഷൻ ആവുകയാണ്. ഫോണ് ഇവരെ കാണിക്കാണ്ട് തന്നെ ഓഫീസിൽ നിന്ന് വന്ന കോളാണെന്ന് പറഞ്ഞുകൊണ്ട് മീനാക്ഷി ഇത് എടുത്തും കൊണ്ട് ഒരു പോക്ക് അങ്ങോട്ട് പോകണം കേട്ടോ. അപ്പം നമ്മുടെ ഗോമതിയാണെങ്കിൽ വീണ്ടും മിത്രയോട് സംസാരിക്കണം. അവർ തമ്മിൽ നിങ്ങൾ സംസാരിക്കുകയും വിളിക്കുകയും എന്തെന്ന് വെച്ചാൽ ചെയ്തോ, പക്ഷെ അവളുടെ കാര്യമൊന്നും ദൈവത എന്നോട് പറയരുത്, എനിക്കത് കേൾക്കേണ്ട ആവശ്യമില്ല എന്ന് മിത്രയോട് നമ്മുടെ ഗോമതി പറയാനുണ്ടോ. അപ്പം അപ്പച്ചി എന്താ ഉദ്ദേശിച്ചത്? അപ്പോഴത്തേന് വീണ്ടും ആനന്ദിനോട് നമ്മുടെ മിത്ര സംശയിക്കണുണ്ട് കേട്ടോ. അപ്പച്ചി എന്തായിരിക്കും ഉദ്ദേശിച്ചത്? ഡിവോഴ്സിനെ കുറിച്ച് ആനന്ദേട്ടനോട് നമ്മൾ സംസാരിക്കണം എന്നാണോ, സംസാരിക്കേണ്ട എന്നാണോ? അല്ല, ആനന്ദിനോട് ഇവർ സംസാരിക്കണമെന്ന് പറഞ്ഞല്ലോ. അപ്പം എന്താ നീ ആലോചിക്കണേ? ഒന്നുമില്ല എന്ന് മിത്രയും ആലോചിക്കാം കേട്ടോ. അങ്ങനെ വല്ലാത്തൊരു പ്രയാസത്തിൽ തന്നെയാണ് ദേവമംഗലത്തുള്ള എല്ലാവരും ഓരോ തരത്തിലും. ഇതാണ് എപ്പിസോഡിൽ കേട്ടോ. ഡീറ്റെയിൽഡ് എപ്പിസോഡുമായി വീണ്ടും വരാം. ചാനൽ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്